വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേക്ക് നെയിൽസ് എങ്ങനെ അപ്ലൈ ചെയ്യാം, പിന്നെ അതെങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ ഫേക്ക് നെയിൽസ് അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ വരുന്നുണ്ട്, സാധനത്തിനായിട്ട് കുറച്ച് കൂടുതൽ റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് 1 വീക്ക് കൊണ്ട് അത് കൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ വീണ് പോയാൽ പിന്നെ നമുക്ക് ആ ഒരു ഫേക്ക് നെയിൽസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിനൊരു തിരിച്ച് ഉള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 1.5 മാസമായി നന്നായിട്ട് ഫേക്ക് നെയിൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേക്ക് നെയിൽസ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ നെയിൽസ് 1 മന്തിൻ്റെ അടുത്ത് നിൽക്കും. പിന്നെ ഞാൻ പറിച്ച് കളയാറാണ് ചെയ്യാറ്. 1 മന്തൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഫേക്ക് നെയിൽസ് നമ്മുടെ നഖത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണല്ലോ, ഒരു ഹൈജീൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യാറ്. കുറച്ചൊന്ന് ലൂസ് ആവാറുണ്ട്, അപ്പോൾ ബാക്കി ഞാൻ റിമൂവ് ചെയ്ത് കളയാറാണ് പതിവ്. ബട്ട് എന്നാലും 1 മാസത്തോളം നിൽക്കുന്നുണ്ട്. സാധിക്കും നമുക്ക് ഫേക്ക് നെയിൽസ് ഒന്നും അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ 1 വീക്കിൻ്റെ ഉള്ളിൽ അത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഫേക്ക് നെയിൽസ് എങ്ങനെ നല്ല പെർമനൻ്റ് ആയിട്ട് നല്ലോണം ഫിക്സ് ചെയ്ത് വെക്കാം, അത് നമുക്കിങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ എനിക്ക് ഷുവറാണ് 1 മന്ത് എങ്കിലും നിങ്ങളുടെ ഫേക്ക് നെയിൽസ് എന്തായാലും നിൽക്കും. കാരണം ഞാൻ അത് വെച്ചിട്ട് ചിക്കൻ നന്നാക്കിയിട്ടുണ്ട്, അല്ല ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ച് വലിച്ചിട്ടുമുണ്ട്. ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല ഫേക്ക് നെയിൽസ് വെച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും നോക്കാണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ മറന്നിട്ട് ചിക്കൻ്റെ സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ പിടിച്ച് വലിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഗ്യാരണ്ടിയാണ്, ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫേക്ക് നെയിൽസ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കണതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുക നെയിൽസാണ്. സെറ്റ് ഓഫ് 10-12 അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിനനുസരിച്ച് വരും. ഞാനിതൊരു നെയിൽസ് ബൈ ആർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 10 നെയിൽസാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കയ്യിൽ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഒന്നും കൂടിയും പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡേ ടു ഡേ വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നെയിൽസാണ് ഇഷ്ടം. അധികം കളേഴ്സ് അങ്ങനെയല്ല, എനിക്കൊന്നുകൂടി ന്യൂഡ് കളേഴ്സ്, വൈറ്റ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ലൈക്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് ടിപ്പൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെയൊക്കെ നെയിൽസാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളാണ്, പക്ഷെ നല്ലൊരു ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. ഇത് ഞാൻ ഉപയോഗിച്ചിരുന്നു. ഞാൻ ഓൾറെഡി 1 ഹാൻഡിൽ മാത്രം അപ്ലൈ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ 2 കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് നെയിൽസ് ഒരു 10 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടണത് സാധനങ്ങളാണ് ഇതൊക്കെ നെയിൽസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ സ്റ്റിക്ക് ഓൺ നെയിൽസ് വേണമെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും ഉണ്ട്, നമുക്ക് നെയിൽസ് വേണം, പിന്നെ നമുക്കത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയണം, അധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും നിൽക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ ടാബ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു ടാബും വരുന്നുണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം കിട്ടും, പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വേണ്ടത്, അതുകൊണ്ട് സാധനം ഞാൻ ഉപയോഗിക്കുന്നില്ല. നെക്സ്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ടിക്കൽ പുഷറാണ്. ഇത് നമ്മുടെ ക്യൂട്ടിക്കൽസ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ബഫറാണ്, നെയിൽസ് ബഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ആൽക്കഹോൾ വൈപ്പ് പോലെ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് നോർമൽ നമ്മുടെ വൈപ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയിൽസ് ക്ലീൻ ആണോ എന്ന് ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 സ്വാബ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂ ആണ്, നെയിൽസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഗ്ലൂ ആണ്, നെയിൽസ് ഗ്ലൂ ആണ്. അപ്പോൾ ഇത് അഗെയിൻ നെയിൽസ് ബൈ ആർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു ഗ്ലൂ ആണ്. നമ്മൾ നോർമലി വാങ്ങുമ്പോൾ ഈ ഒരു കിറ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക, അത്ര തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നെയിൽസ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ നെയിൽസ് ഏതൊക്കെ വിരലുമ്മയാണ് വെക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്കറിയാം, ഇപ്പോൾ വലിയ നെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതുമ്മയാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ വിരലും നോക്കിയിട്ട് നന്നായി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റാണ്. അപ്പോൾ നമുക്കത് പിങ്കി ഫിംഗർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് നെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഫിറ്റാണ്, അപ്പോൾ നമ്മളത് സെക്കൻഡ് ഫിംഗർ ആയിട്ടൊക്കെ എടുക്കുന്നു. അങ്ങനെ ഓരോ ഫിംഗറിനനുസരിച്ച് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് എടുക്കുക. ചില കിറ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യും, അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നമുക്ക് ലൈക്ക് അപ്ലൈ ചെയ്യാം. ചിലത് നമ്മുടെ നെയിൽസൊക്കെ മാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക, വീതിയൊക്കെ നോക്കി കറക്റ്റാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇത് റെഡിയാക്കി വെക്കുക ഫസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂട്ടിക്കൽ പുഷർ ഉണ്ട്, ഇത് ആദ്യം എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് വെച്ചിട്ട് നമ്മുടെ നെയിൽസ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ബാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ എസെൻഷ്യലി ഒരു ലൈക്ക് നെയിൽസ് ഗ്രോ ചെയ്യുന്ന ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ക്യൂട്ടിക്കൽസൊക്കെ ഉള്ളതൊക്കെ നന്നായി ഒന്ന് പുഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെയിൽസ് നല്ല ഉറക്കനെ വെക്കാൻ പറ്റണം, നല്ല ഉറപ്പിച്ച് വെക്കാനുള്ളൊരു ബേസ് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ നെയിൽസിൻ്റെ ബെഡ്സ് എന്ന് വെച്ചാൽ ഈ ക്യൂട്ടിക്കൽസ് നന്നായി ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാ നെയിൽസിൻ്റെ അതേപോലെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പെയിൻഫുള്ളൊന്നും അല്ല കേട്ടോ, പിന്നെ ഹാംഫുള്ളും അല്ല. നമ്മൾ ഇങ്ങനത്തെ ക്യൂട്ടിക്കൽസ് എപ്പോഴും പുഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുക. നമ്മുടെ ഹെൽത്തി നെയിൽസ് വളരണമെങ്കിൽ, നിങ്ങൾ സ്പെഷ്യലി നെയിൽസൊക്കെ വലുതാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ക്യൂട്ടിക്കൽസ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുക. ഇതെന്തായാലും ചെയ്ത് കൊടുക്കുക. ഞാനത് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ അതാ എൻ്റെ ക്യൂട്ടിക്കൽസൊക്കെ ഞാൻ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബഫിംഗ് ടൂൾ വെച്ചിട്ട് നമ്മളെ നെയിൽസ് നല്ലോണം റഫാക്കി കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു സർഫേസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സ്മൂത്ത് സർഫേസിൽ ഇത് അപ്ലൈ ചെയ്താൽ ഉരിപ്പോവും. അപ്പോൾ നമുക്ക് അതൊന്ന് റഫ് ചെയ്ത് നന്നായി ഒന്ന് റഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ അത് അപ്ലൈ ചെയ്താൽ അതിന് സ്നെയിൽസിന് ഗ്രാബ് ചെയ്യാനൊരു സ്ഥലം കിട്ടുന്നുണ്ട്. അവർക്കൊരു റഫ് സർഫേസ് കിട്ടുമ്പോൾ അവർക്ക് അവിടെ ഫിക്സ് ആവാൻ നല്ലൊരു ഇതാണ്. പക്ഷെ നമ്മൾ നല്ലോണം ചെയ്യരുത്, അത്യാവശ്യം കുറച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുക എന്നല്ലാണ്ട് നല്ലോണം ഇട്ട് ചെയ്യുന്നത് നമ്മുടെ നെയിൽസിന് അത്ര നല്ലതല്ല അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കുറച്ചൊക്കെ ചെയ്യാം, അത് വലിയ കുഴപ്പമില്ല. നമ്മൾ ആ നെയിൽസ് ഊരുന്ന സമയമാകുമ്പോഴേക്കും അത് ഹീലായി പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതാ എല്ലാ നെയിൽസും ബഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു റഫ്നെസ് വന്നിട്ടുണ്ട് എൻ്റെ നെയിൽസിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു നെയിൽസിന് ഗ്രാബ് ചെയ്യാനൊരു സ്ഥലം കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്വാബ് എടുക്കുക. ആൽക്കഹോൾ സ്വാബാണ്. നമ്മുടെ നെയിൽസിൽ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റെസിഡ്യൂ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു നെയിൽസ് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓയിലൊക്കെ നമുക്ക് ആ ഒരു നെയിൽസ് വേഗം കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ആൽക്കഹോൾ സ്വാബ് ഇങ്ങനെ കിട്ടും. നമുക്ക് നമ്മുടെ ടിഷ്യൂ ആയാലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. ക്ലീൻ ആവണമെന്നുള്ളൂ. ആൽക്കഹോൾ വൈപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, വെറ്റ് വൈപ്സ്, അതൊക്കെ വെച്ച് നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സർഫേസും സൈഡും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നഖത്തിൻ്റെ. അപ്പോൾ അതാ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലൂ എടുത്തിട്ട് നിങ്ങൾക്ക് ടാബ് വെച്ചിട്ടാണെങ്കിൽ ടാബ് പോയി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ പീൽ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഇട്ട് ഞാൻ അത്യാവശ്യം എൻ്റെ നെയിൽസ് മൊത്തം കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുള്ളൂ, പക്ഷേ അത് വെച്ചിട്ട് തന്നെ ഞാൻ എല്ലായിടത്തും ആക്കുക ചെയ്യുന്നത്. നെക്സ്റ്റ് ഇത് ഈ ഒരു നെയിലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക്. കണ്ടോ, ആ ക്യൂട്ടിക്കൾ നമ്മൾ ചെയ്ത ആ ഭാഗത്തേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക ചെയ്ത്. എന്നിട്ട് അതൊന്ന് ഹോൾഡ് ചെയ്യുക ഒരു 10 സെക്കൻഡ്. നല്ല ഉറക്കനെ തന്നെ പിടിച്ച് ഹോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ നെയിൽസ് അവിടെ സ്റ്റിക്ക് ഓൺ ആയിട്ടുണ്ട്. അത് അത്യാവശ്യം കുറച്ച് നാൾ നല്ല രീതിയിൽ അവിടെ തന്നെ നിൽക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റിമൂവ് ആവും പോവില്ല. കണ്ടോ, നല്ല ഒറിജിനൽ നെയിൽസ് പോലെ തന്നെ തോന്നുള്ളൂ. അങ്ങനെ ഫേക്ക് നെയിൽസ് ആയിട്ട് തോന്നില്ല. ഞാൻ ഇനി ബാക്കിയുള്ളത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ആ 5 നെയിൽസും അപ്ലൈ ചെയ്ത് ഒരു കൈയിൻ്റെ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് കയ്യിൽ നെയിൽസും കൂടെ അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ എല്ലാ നെയിൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ കൈൻഡും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയത് നെയിൽസ് ബൈ ആർട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വേറെ വേറെ ടൈപ്പിൻ്റെ അധികം റേറ്റ് ഇല്ലാണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ഞാൻ കുറച്ച് കസ്റ്റമായിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തതാണ്. എനിക്കൊരു കൊലാബായിട്ട് കിട്ടിയതാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 സെറ്റ് ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതാണ്. അപ്പോൾ ഇതൊരു ന്യൂഡ് കളറും പിന്നെ ഒരു വൈറ്റ് ആൻഡ് ഞാൻ കാണിച്ചു തന്നല്ലോ, ആ ഒരു കളറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും എനിക്ക് ചാൻസ് കിട്ടിയാൽ ഒരു സെറ്റും കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു കൈമേ അപ്ലൈ ചെയ്യാറില്ല, 2 കൈമേ അപ്ലൈ ചെയ്യാറില്ല, കാരണം ഉണ്ണിയുള്ളതാണ്. ഇത് ഞാൻ ഈ കൈമത്തെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒറ്റ കൈമേ അപ്ലൈ ചെയ്യാറുള്ളൂ, 2 കൈമേ അപ്ലൈ ചെയ്യാറില്ല. കാരണം ഉണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ണിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് അങ്ങനെ നഖം വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് റിമൂവ് ചെയ്യും. നമ്മുടെ നെയിൽസ് വരുന്നത് നല്ല നാച്ചുറൽ ഫിനിഷ് പോലെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നെയിൽസ് അധികം വെച്ച പോലെ ഒന്നും തോന്നില്ല. കണ്ടോ, നല്ല നാച്ചുറൽ ആയിട്ടേ തോന്നുള്ളൂ. നമുക്ക് ഓൾറെഡി ഉള്ള നെയിൽസ് ആണെന്ന് തന്നെ തോന്നുള്ളൂ, പെയിൻറ്റ് ചെയ്ത പോലെ.
അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു എക്സ്ട്രാ സാധനമായിട്ട് തോന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.